ഇപ്പോൾ ബ്ലാക്ക് റോക്ക് ഇവിടെ മേജർ ഇൻവെസ്റ്റ്മെന്റ് ദുബായിൽ മേക്ക് ചെയ്യുന്നു, സൗദിയിൽ മേക്ക് ചെയ്യുന്നു. പിന്നെ അവരുടെ ഫണ്ട് ഇവിടെ GCC സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ വരുന്നു. ട്രംപ് എന്നുള്ള ഫാക്ടർ ഉണ്ടാകുമ്പോൾ പോലും ലോകത്തിലെ ഫണ്ട് പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ GCCയിലേക്ക് വരുന്നുണ്ട്. സോ ഹൗ യു റീഡ് ഇറ്റ്? ആ ഒരു സിനാരിയോ നിങ്ങൾ എങ്ങനെ റീഡ് ചെയ്യുന്നത്? GCC is keeping a good relation with America always. കാരണം ഒരുപാട് കാര്യമുണ്ടല്ലോ. കറൻസി is pegged with the US dollar. Military support is there from US into these regions. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ US-നെ എതിർക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രാജ്യത്തിന് അതാണ് ഇപ്പോൾ ഇന്ത്യ ആയാലും അവരുടെ ഒരുപാട് റിഫ്റ്റ് ഉള്ളത്, ചൈന, ഇറാൻ. ഇവരൊക്കെ ഒരു കോമൺ ഫാക്ടർ, ഒരു കോമൺ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നതാണ് GCC. ഇറാന്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ GCC സെക്ടേഴ്സിലായിരിക്കാം. US-ന്റെയും സിമിലർ തിങ്, ചൈനയുടെ ഉണ്ട്, ഇന്ത്യയുടെ ഉണ്ട്. എവറിബഡി ഹാസ് പ്രസൻസ് ഹിയർ, എവറിബഡി ഹാസ് business here. Everybody has confidence also. Tesla is planning to come into Middle East. അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Everybody is actually looking into this market. ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇവർക്ക് സ്ട്രാറ്റജിക് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാവരെയും വെൽക്കമിങ് ചെയ്യുന്ന ആ ഒരു അറബ് കൾച്ചർ ഉണ്ടല്ലോ, ആ ഒരു ഇത് അവർക്ക് ബേസിക്കലി ഉള്ളതുകൊണ്ട് അവരെല്ലാവരെയായിട്ടും നല്ല ഇത് തന്നെയാണ്. ഇപ്പോൾ റഷ്യൻസ് ആർ ഇൻവെസ്റ്റിംഗ്. ഒരേ സ്ഥലത്ത് എല്ലാവരും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു രാജ്യം എനിക്ക് തോന്നുന്നു വേറെ എവിടെ ഉണ്ടാവില്ല.